ഹായ്! ഇത് ബേബി ഡീറ്റെയിൽ ഫ്രെയിമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പിൻട്രസ്റ്റ് എടുക്കാം. പിൻട്രസ്റ്റ് എടുത്തിട്ട് നമ്മൾ അതിലത്തെ സെർച്ച് ബാറിൽ എടുത്തിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള സ്റ്റിക്കറിൻ്റെ പേര് അടിച്ചു കൊടുത്ത് വെക്കാം. അപ്പോൾ നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത് ക്ലോക്ക്, വെയിറ്റ് മെഷീന്, അതുപോലെ തന്നെ ബ്ലഡിൻ്റെ ചിഹ്നം, പിന്നെ ഹോസ്പിറ്റലാണ് ട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ സെർച്ച് ബാർ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ വെയിറ്റ് മെഷീൻ ഇൻ ബ്ലൂ സ്റ്റിക്കർ നമ്മുടെ തീം ഏതാണോ അത് വെച്ച് അടിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ അടിച്ചു കൊടുത്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. സാധാരണ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാൻ അറിയാമല്ലോ, 3 ഡോട്ട് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മളത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ ഇത് ഫ്ലവർ വെക്കണമെങ്കിൽ ഫ്ലോറൽ ബോർഡർ ഡിസൈൻ എന്നൊക്കെ അടിച്ചെടുത്താൽ നമുക്ക് കിട്ടും. നമുക്ക് ആവശ്യമുള്ളതും ഇഷ്ടമുള്ളതൊക്കെ ഇതിൽ നിന്ന് എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. അത് ഭയങ്കര സിമ്പിളാണ്, ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ. ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അതിന് നമ്മൾ ഗൂഗിൾ എടുക്കുക, ബാക്ക്ഗ്രൗണ്ട് റിമൂവറിന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ഇമേജ്, അപ്ലോഡ് ഇമേജ് ഉള്ളത് അമർത്തിയിട്ട് നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അത് താനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് വരും കേട്ടോ. ദെൻ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിവ്യൂ അമർത്തി കഴിഞ്ഞാൽ അത് നമുക്ക് ഡൗൺലോഡായി വരും. അങ്ങനെ നമ്മൾ എല്ലാ ഇമേജും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് വരും. ഇത് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സൈറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ഇമേജ് ആണെങ്കിലും നമുക്ക് റിമൂവ് ചെയ്യാം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ. ദെൻ നമ്മൾ ക്യാൻവ ആപ്പിലാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. നമ്മൾ ക്യാൻവ എടുക്കുക, അതിൽ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് ആ സെർച്ച് ബാറിൽ A5 ഡോക്യുമെൻറ്റ്, ഇപ്പോൾ നമുക്ക് A4 വേണമെങ്കിൽ A4 ഡോക്യുമെൻറ്റ് ചെയ്യാം. ഞാൻ A5 ആണ് ചെയ്യുന്നത്. അപ്പോൾ A5 ഡോക്യുമെൻറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൽ കുറേ പേജസൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ ഇഷ്ടമുള്ള ഒരു പേജ് എടുത്തിട്ട് ഇതിൽ വരണ ഇമേജ് നമ്മൾ ഡിലീറ്റ് ചെയ്താലും മതി കേട്ടോ. ഗാലറി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്മുടെ ഫ്ലവറിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ചെയ്തത് സൈസ് വലുതാക്കി കൊടുക്കുക, പിന്നെ മേലേക്ക് കയറ്റി കൊടുക്കണം. നമുക്കിതിൻ്റെ അവസാനം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം, കാരണം സൈസൊക്കെ നോക്കിയിട്ട്. ഇനി രണ്ടാമത്തിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മുടെ ഓരോ ഇമേജുകളും കൊണ്ടുവന്ന് സൈസ് കുറച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ വെച്ച് നോക്കുക. സൈസും അതൊക്കെ നമുക്ക് അവസാനം ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. നമ്മളിതൊരു സൈസ് ശരിയാക്കുക നമുക്ക് അവസാനമായിട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ബ്ലഡിൻ്റെ സിമ്പിൾ കൊണ്ടുവച്ചു, ക്ലോക്കിൻ്റെ സിമ്പിൾ കൊണ്ടുവച്ചു. ദെൻ നമ്മൾ എലമെൻസിൽ സർക്കിൾ ഫ്രെയിം അടിച്ചു കൊടുത്ത് നമുക്ക് സർക്കിളിൻ്റെ ഇതുപോലെ ഫ്രെയിം കിട്ടും. അത് നമ്മൾ കൊണ്ടുവെക്കുക. 2 എണ്ണം വേണം, ഒന്ന് ബേബിയുടെയും ഒന്ന് പാരൻസിൻ്റെയും. ഇത് അങ്ങനെ വെച്ചു കൊടുക്കുക. ഇതിൽ നമുക്ക് മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് വെക്കണം. അപ്പോൾ നമ്മൾ അറബിക്കിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്ട്രോ പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ ഇതുപോലെ എഡിറ്റ് ചെയ്യാം കേട്ടോ. ഇതിൽ സൈസ് മൂവ് ചെയ്യാം നമുക്ക്, പിന്നെ സൈസ് ഇൻക്രീസ് ചെയ്യുക, മൂവ് ചെയ്യുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ കാണിക്കുന്ന കുറേ ഫോണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് കണ്ട ഇതുപോലെ ഒരു ഇത് കിട്ടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. പാസ്ട്രോ എന്നാട്ടോ പേര്. പിന്നെ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് അതിൽ വെക്കാൻ, അല്ലാണ്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ആപ്പിൻ്റെ പേര് പാസ്ട്രോ. നമുക്ക് ഇംഗ്ലീഷ്, മലയാളം, അറബിക്കൊക്കെ ഇതുപോലെ ചേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് അത് ഗാലറിയിൽ നിന്ന് മാഷാ അല്ലാഹ് കൊണ്ട് മിഡിലായിട്ട് വെക്കുക. അപ്പോൾ ഇങ്ങനെ മിഡിൽ ഇങ്ങനെ കാണണമെങ്കിൽ കണ്ട ഒരു ലൈൻ വന്നില്ലേ, അതാണ് നമുക്ക് മിഡിലാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. പിന്നെ ഉണ്ണിയുടെ പേര് അടിച്ചു കൊടുക്കുക, ഫുൾ നെയിം അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്കിതിൽ ഫോണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫോണ്ടേഴ്സ് കിട്ടും. അപ്പോൾ നമുക്കതിൽ ഇഷ്ടമുള്ള ഫോണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് എല്ലാം ചേഞ്ച് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാരൻസിൻ്റെ ചെയ്യേണ്ട. അപ്പോൾ പ്രൗഡ് പാരൻസ് എന്ന് പറഞ്ഞിട്ട് അടിയിൽ വെച്ച് കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുക, കളർ ചേഞ്ച് ചെയ്യുക, സൈസൊക്കെ ചേഞ്ച് ചെയ്യുക. പിന്നെ നമ്മുടെ ഉണ്ണികളുടെ ഉമ്മാൻ്റെ ഉപ്പാടെയും പേര് നമ്മൾ അടിച്ചു കൊടുക്കുക. ഇതുപോലെ നമുക്ക് സെയിം സൈസും ഫോണ്ടും ഇതെല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിതിൽ പല ഫോണ്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട്, എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും. അത് കഴിഞ്ഞ് നമ്മൾ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഉണ്ണികളുടെ എന്നാണ് ഉണ്ണി ജനിച്ചതെന്നും ഉണ്ണിയുടെ വെയിറ്റ്, ഉണ്ണിയുടെ ഹോസ്പിറ്റൽ, ഉണ്ണിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നൊക്കെ നമ്മളിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനതിൽ ചെയ്തതൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്, കാരണം എന്താ വെച്ചാൽ എനിക്ക് അറിയേണ്ടിയിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഊഹം വെച്ചിട്ട് ഓരോന്ന് ചെയ്തതാണ്. ഇത് 2024 ആണ് ഉണ്ണി ജനിച്ചത്. പിന്നെ ഉണ്ണിയുടെ വെയിറ്റൊക്കെ കറക്റ്റ് അല്ല, എനിക്കത് കിട്ടിയത് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഫ്രെയിം ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇഷ്ടമുള്ള ഒരു ഇതാണ് ഞാൻ വെച്ചത് കേട്ടോ.
അപ്പോൾ അതുപോലെ തന്നെ വെയിറ്റ് ഉണ്ട് വെയിറ്റ് പിന്നെ ഏത് ഹോസ്പിറ്റലാണ് കൊണ്ട് ജനിച്ചതെന്ന് അങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഇതിൽ എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ണി എപ്പോഴാണ് ജനിച്ചതെന്ന് അതായത് ടൈം ഉണ്ടാവുമല്ലോ ഓരോ ടൈം അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് വെച്ചെടുക്കും. ഇതിലും നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസ് അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ബ്ലാക്ക് വലിയ ഇഷ്ടമായത് പിന്നെ ഒരു ഏകദേശം ഒരു കളർ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് തന്നുള്ളൂ. ഏകദേശം ഒരു ഫോണ്ടും അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്കിതിൽ അറബി മാസത്തിൽ അല്ലെങ്കിൽ മലയാള മാസം അങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ആ മേലായിട്ട് ഞാൻ അറബി മാസം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് മാസമാണ് അറബി മാസത്തിൽ ഏത് ദിവസമാണ് എന്നുള്ളതും ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഇപ്പോൾ അറബി വേണ്ടെങ്കിൽ മലയാള മാസമായാലും നമുക്കത് ചെയ്യാം. ഇനി ഇംഗ്ലീഷ് മാസമായാലും നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷെ അതിനൊരു സിമ്പിളും ഒന്നുമില്ല. ഇതിൽ ഞാൻ കൊടുക്കുന്നത് ദുൽഹിജ്ജ ആണ് കേട്ടോ. ദുൽഹിജ്ജ 3442 ഞാൻ വെക്കുന്നത്. അതുപോലെ തന്നെ നമുക്കത് ആ സൈഡിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുക. നമുക്കിതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുക. അങ്ങനെയൊക്കെ ആക്കി നമുക്ക് ആ സൈഡിൽ ചെറുതാക്കിയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗാലറി പോവുക. എന്നിട്ട് നമുക്ക് ഉണ്ണിയുടെ ഫോട്ടോ ഫസ്റ്റ് വെച്ച് കൊടുക്കുക. അതിൽ ഞാനും ഒരു മിസ്റ്റേക്ക് പറ്റിയത് ഉണ്ണിയുടെ ഇപ്പോഴത്തെ ഫോട്ടോയാണ് വെച്ചത്. നമ്മൾ ജനിച്ച ഫോട്ടോ ആയിട്ട് അതിൽ സാധാരണ എല്ലാവരും വെച്ച് കൊടുക്കാറ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ ഇത് മൊത്തം ഞാൻ എൻ്റെ ഒരു ഏകദേശം വെച്ചേക്കാണ്. പിന്നെ മുഹമ്മദ് ഇഹ്സാൻ ഉണ്ണിയുടെ പേര് ഇഹ്സാൻ എന്നാണ്. പക്ഷേ സ്പെല്ലിങ് ഇതല്ല ആണ്. പിന്നെ മുഹമ്മദ് ഇല്ല. അപ്പോൾ ഞാൻ അവസാനം ചെയ്തപ്പോൾ ഭയങ്കര കറക്റ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ എഡിറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ ബായ്.